വലിയൊരു നിർണായകമായ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് സായാഹ്നത്തോടുകൂടെ SSLC പരീക്ഷയുടെ റിസൾട്ടൊക്കെ പുറത്തു വരികയാണ്. കുട്ടികൾ പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്താണ് സമയ അവബോധം നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട നിർണായക നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളെ സമയങ്ങളൊക്കെ തന്നെ സ്ക്രീൻ ടൈമുകളായിക്കൊണ്ടിരിക്കുകയാണ്. മുഖത്തോട് മുഖം നോക്കിയിട്ടുള്ള സംഭാഷണങ്ങൾ കുറയുന്നു, ഐക്യദാർഢ്യങ്ങൾ കുറയുന്നു, കുടുംബത്തിലെ പരസ്പര സഹകരണങ്ങൾ കുറയുന്നു, മനസ്സു തുറന്ന് സംവദിക്കുന്ന കൗമാരങ്ങളുടെ എണ്ണം കുറയുന്നു. അപ്പോൾ സ്ക്രീൻ ലൈഫ്, ഇന്നത്തെ ലൈഫ് തന്നെ സ്ക്രീനിൽ മാത്രം തളച്ചിട്ട ഒരു ജീവിതമാകാൻ. കുറച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങും, പിന്നെയും സ്ക്രീനിലേക്ക്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, വീണ്ടും സ്ക്രീനിലേക്ക്, പിന്നെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോകും, വീണ്ടും സ്ക്രീനിലേക്ക്, പിന്നെ എന്തെങ്കിലുമൊക്കെ ആർക്കോനും വേണ്ടി ഒക്കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വഴിപാടിൻ്റെയൊക്കെ ഭാഗമായിട്ട് പഠിക്കാനിരിക്കും, വീണ്ടും സ്ക്രീനിലേക്ക്. ഇങ്ങനെ ഒരു സ്ക്രീൻ ലൈഫായി നമ്മുടെ കുട്ടികളുടെ അടക്കം ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അർത്ഥമുള്ള, വിഷനുള്ള, മിഷനുള്ള, കൃത്യമായ പ്ലാനിങ്ങും ഡെസ്റ്റിനേഷനുമുള്ള ഒരു കരിയർ നമ്മളെ മക്കൾക്ക് രൂപപ്പെടുത്തി കൊടുക്കുന്നതിൽ നമ്മളെല്ലാവരും ബദ്ധശ്രദ്ധരാകണം. ചില മൈൽ സ്റ്റോണുകളുണ്ട് നമ്മുടെ കുട്ടികൾക്ക്. ആ മൈൽ സ്റ്റോണിൽ നിന്ന് തന്നെ അവരെ എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കാനുള്ള സാഹസങ്ങളും ശ്രദ്ധയും പരിശ്രമവും അത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണമല്ലോ. ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റ് സാഹചര്യങ്ങളിൽ അത് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. മലയാളത്തിൽ ഒരു പ്രയോഗം തന്നെയുണ്ട്, കതിരിന്മേൽ വളം വെക്കരുത്. വളം അത് കതിരിൽ വെക്കാനുള്ളതല്ല, അത് കതിര് പ്രതീക്ഷിച്ച് ഞാറ് നടുമ്പോൾ നടീൽ കർമ്മത്തിൻ്റെ കൂടെ നാം നിർവഹിക്കേണ്ടതാണ്. കുട്ടികളുടെ ശൈശവം, കുട്ടികളുടെ ബാല്യം, കുട്ടികളുടെ അഡോളസൻസ് പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ രക്ഷിതാവിന് അതിൽ കൃത്യമായ സ്വാധീനങ്ങൾ ഉണ്ട് എന്നർത്ഥം. അത് ആ സമയത്ത് ചെയ്യുക. ഇപ്പം നീ SLC പരീക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ 15കാരന്മാരാണല്ലോ SSLC പരീക്ഷയ്ക്ക് എഴുതിയ കുട്ടികൾ, അല്ലെങ്കിൽ ആ ഒരു അറൗണ്ട് ആ ഒരു ടൈമിൽ നിൽക്കുന്നവരാണ്. അവർക്ക് കൃത്യമായൊരു ഗൈഡ് ലൈൻ ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് അവരെ പറ്റിയിട്ടുള്ളൊരു ദിശാബോധമോ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ളൊരു കാഴ്ചപ്പാടോ ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ കുട്ടിയെ നിർണായകമായ രീതിയിൽ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ആവശ്യമായ ചർച്ച, അക്കാഡമീഷ്യന്മാരുമായിട്ടുള്ള കൂടിയാലോചന, ബുദ്ധിജീവികളുമായിട്ടുള്ള ഈ വിഷയത്തിലുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെ നമ്മൾ അനുവർത്തിച്ചു പോരേണ്ട ക്രിയകളാണ്. മതമേഖല വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. മതമില്ലാതൊരു കുട്ടിക്ക്, മതബോധമില്ലാതെ, അതുപോലെ തന്നെ മതാടിത്തറ, ധാർമ്മിക അടിത്തറ ഇല്ലാതെ ഇനിയിപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെപ്പറ്റി എല്ലാവരും ബോധവാന്മാരാണ്. അതിനി പ്രത്യേക ക്ലാസ്സുകളോ ഫീച്ചറുകളോ ഒന്നും നമ്മളാരും തയ്യാറാക്കുകയോ പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് അനുഭവിക്കാൻ, നമ്മുടെ കണ്ണിൻ്റെ ചോട്ടിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മത അടിത്തറ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികൾ വഴുതിപ്പോകുന്നത്. ശരിക്കൊരു കുട്ടിയെ ഒരു വിദ്യാലയം ഒന്നുമല്ല രൂപപ്പെടുത്തുന്നത്, വീടകമാണ്, അല്ലെങ്കിൽ ആ കുട്ടി ജീവിക്കുന്ന ചില സാഹചര്യങ്ങളാണ്. ആരാണ് കുട്ടിയുടെ സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുന്നത്? അത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ രക്ഷിതാക്കൾ, അതാ ഞാൻ പറഞ്ഞത്, ഗൈഡ് ലൈൻ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൃത്യമായ അള്ളാഹുവിലുള്ള ബോധം, ഖുർആനിനോടുള്ള അധമ്യമായിരിക്കുന്ന പ്രതിപത്തി, പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ഹദീസ് വചനങ്ങളോടുള്ള കടപ്പാട്, അതുപോലെ തന്നെ മതചിഹ്നങ്ങളോടുള്ള ആദരവ്, വിനയം, ഇതൊക്കെ ആ കുട്ടിയുടെ അസാസാകണം, അടിത്തറയാകണം. എന്നിട്ടവന് മതമേഖലയിലേക്കോ ഉദ്യോഗ മേഖലയിലേക്കോ പ്രൊഫഷണൽ മേഖലയിലേക്കോ സംരംഭകത്വ ബിസിനസ് മേഖലയിലേക്കോ മാനേജ്മെൻറ്റ് മേഖലയിലേക്കോ മെഡിസിൻ മേഖലയിലേക്കോ എവിടേക്കാ എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് ഹലാലായ, ആ കുട്ടിക്ക് മതം കൂടി അനുവദിച്ചു കൊടുത്ത ആ പരിധികളെ ലംഘിക്കാത്ത രീതിയിൽ ആ കുട്ടികൾക്ക് എത്തിപ്പെടാനാകുന്ന ഹൈ എൻഡ് പൊസിഷനിലേക്ക് ആ കുട്ടി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളും രക്ഷിതാക്കളും ബന്ധപ്പെട്ട അധികാരികളും ഒക്കെ തന്നെ ചെയ്യണം. അത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ല് ജമാഅത്തിനൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ മഹല്ലിൻ്റെ ഒക്കെ പരിധിയിലുള്ള കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു 2030 വിഷൻ 2030 ആകുമ്പോഴേക്ക് കുറഞ്ഞ വർഷങ്ങളേ ഉള്ളൂ. പക്ഷേ നമ്മളെ ഇപ്പോഴുള്ള കുട്ടികൾ എവിടെ എത്തി എന്നുള്ളതിനെ ഒന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം എങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ കൊണ്ടുവരണം. അതിൽ കാതലായ സ്വാധീനം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുക, പ്രത്യേകിച്ച് മതമേഖലയിലേക്കൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു തിരിച്ചറിവായി മാറണം. ഹയർ സെക്കൻഡറി വരെയെങ്കിലും ഒരു കുട്ടി
മദ്രസ പഠിക്കണം. മദ്രസ ഹയർ സെക്കൻഡറി വരെ ഇല്ലെങ്കിൽ SLC കഴിഞ്ഞാൽ ഒരു 2 വർഷം കൂടി കുട്ടിക്ക് മതം ഭാഗികമായിട്ടെങ്കിലും കിട്ടുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഒന്നാമത് ഭൗതികം പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് തന്നെ പരിസരത്തുള്ള പള്ളി ദർസുകളെ ഡിപ്പെൻഡ് ചെയ്യാം. എത്ര സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പം നമ്മളെ പള്ളികൾ നോക്കുക, ഓരോ പള്ളികളും കേരളത്തിലുള്ള മിക്ക പള്ളികളിലും വഖഫ് സ്വത്തുക്കളുണ്ട്. അതിൽ മിക്ക വഖഫ് സ്വത്തുക്കളും പഴയ കാരണന്മാർ തന്നെ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവിടെ ദർസി സമ്പ്രദായങ്ങൾ കൊടുക്കണം എന്നുള്ളത്. പഴയ കാലം മുതൽ അത് ഗ്രാമപ്രദേശങ്ങളിലുണ്ട്, അത് നഗരങ്ങളിലുണ്ട്, മെട്രോ നഗരങ്ങളിൽ അടക്കമുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മെട്രോ നഗരത്തിലോ മറ്റോ പോയിട്ട് അവിടെ ഒരു സർവ്വസ്വതന്ത്രനായി ഒരു ഫ്രീ ബേർഡായി പഠിക്കുന്നതിന് പകരം അതിൻ്റെ നിയറസ്റ്റായിട്ട് ആ കുട്ടിക്ക് എപ്പോഴും ആക്സസ് ഉള്ള ഒരു പള്ളിയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം ഈ കുട്ടിയെ. അപ്പോഴാണ് ഈ ഭൗതിക വിദ്യാർത്ഥിയുടെ ഇബാദത്ത് കൃത്യമുള്ളൂ. മാത്രമല്ല ഈ ഒരു സമ്പർക്കം ഉണ്ടല്ലോ, ഈ പള്ളിയായിട്ടുള്ള സമ്പർക്കം, ഖുർആനുമായിട്ടുള്ള സമ്പർക്കം, പള്ളിയിലെ ഉസ്താദുമാരുമായിട്ടുള്ള സമ്പർക്കം, അവരുടെ ക്ലാസ്സുമായിട്ടുള്ള സമ്പർക്കം, എന്തായാലും ആഴത്തിൽ വേരൂന്നി ഒരു മതപണ്ഡിതനെ അവനിൽ രൂപപ്പെടുത്തില്ല എങ്കിലും അവനെ മോൾഡ് ചെയ്യാൻ കഴിയുമല്ലോ, അവൻ്റെ വ്യക്തിത്വത്തെ മോൾഡ് ചെയ്യാൻ കഴിയുമല്ലോ. ഒരു പിഴച്ചു പോകാത്ത ഒരു ഉദ്യോഗാർത്ഥിയെ നമുക്ക് അവനിലൂടെ കണ്ടെത്താൻ കഴിയുമല്ലോ. അത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നിഷ്ഠയാക്കി മാറ്റാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് നോർത്തിൽ വരെ, വലിയ വലിയ നഗരങ്ങളിൽ വരെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് വരെ ആ സംവിധാനങ്ങളെപ്പറ്റി ആലോചിക്കാൻ എപ്പോഴും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഈ അടുത്ത് മഹാരാഷ്ട്രയിലുള്ള മലയാളി വേരുള്ള ഒരു കുടുംബം, ഒരു പാതി മലയാളി വേരുള്ള കുടുംബമാണ്. അവരായിട്ട് എനിക്ക് സംസാരിക്കാനൊരവസരം ഉണ്ടായി. 2 കുട്ടികൾ അമേരിക്കയിലാണ് പഠിക്കുന്നത്. 2 കുട്ടികൾ. അത് തന്നെ ആ യുവതി ന്യൂകമറാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു പെണ്ണുകൂടിയാണ്. മതത്തെപ്പറ്റി പഠിച്ചതിൻ്റെ ശേഷം ഇസ്ലാം സ്വീകരിച്ചൊരു പെണ്ണുകൂടിയാണ്. അവർക്ക് കുറച്ചുകൂടി ഒരു മതത്തോടുള്ള എത്തിക്സും അതോടൊപ്പം തന്നെ വിശ്വാസങ്ങളൊക്കെ കുറച്ചുകൂടി രൂഢമൂലമായിരിക്കുമല്ലോ, എന്താണെന്നറിയില്ല. ഏതായാലും ആൺകുട്ടികൾ 2 ആൾ അമേരിക്കയിൽ പഠിക്കുകയാണ്, മെഡിക്കൽ പഠിക്കുകയാണ്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിരന്തരം പള്ളിയിൽ ഇപ്പം ഈ കഴിഞ്ഞ റമളാനൊക്കെ സെഹർ, ഫുത്തൂർ എല്ലാം പള്ളിയിലാണ്. ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊക്കെ പള്ളിയിൽ പോകും. കൃത്യമായിട്ട് അവിടുത്തെ പള്ളിയുടെ അധികാരികളായിട്ടും മതപണ്ഡിതന്മാരായിട്ടും നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അവിടെ പഠിക്കുകയാണ്. അപ്പോൾ അവരുടെ മതചിഹ്നം, മത ആചാരങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മളെ കുട്ടികൾ പക്ക ഭൗതിക മേഖലയിലേക്ക് പോകുമ്പോൾ അവർക്ക് പിന്നെ മതവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെന്തായാലും പോയി കിടക്കേണ്ടത് ഖബറിലാണ്. അവിടെ നമുക്ക് മതവുമായിട്ട് മാത്രമുള്ള ബന്ധം, ആ ഒരു ബന്ധം മാത്രമേ നമ്മളെ സഹായിക്കുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ കുട്ടികൾക്ക് കരിയർ വേണം, ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. നമ്മളെ കുട്ടിയുടെ ഒരു അഭിരുചി ഇവനൊരു മതപണ്ഡിതനാക്കി മാറ്റിക്കഴിഞ്ഞാൽ നാളെ അവൻ ഒരുപാട് ദഅവത്ത് ചെയ്യും, ദാഇയാകും, നമ്മളെ കുടുംബത്തിൻ്റെ ഒരത്താണിയാകും, അവന് ദീർഘവീക്ഷണമുള്ളൊരു പണ്ഡിതനാകും എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണുന്ന കുട്ടിക്ക് കൂടി അങ്ങനെ ഒരു താല്പര്യമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് മതസംവിധാനങ്ങളുടെ വാതായനങ്ങൾ കേരളത്തിൽ, വിശിഷ്യ മലബാറിൽ നമ്മുടെയൊക്കെ രക്ഷിതാക്കളുടെ കുട്ടികളുടെ മുമ്പിൽ മലർക്ക തുറക്കപ്പെട്ടിട്ടുണ്ട്. അത് നോക്കി പഠനം നടത്തി നമ്മുടെ കുട്ടിയുടെ അഭിരുചി കൂടി നോക്കിയിട്ട് അതിലേക്ക് നമ്മളെ കുട്ടികളെ നമുക്ക് പറഞ്ഞേക്കാം. അതിൽ ഹെഫ്ള് കോഴ്സുകളുണ്ട്, ശരിയാത്ത് കോഴ്സുകളുണ്ട്, ഹാഫിൾ കോഴ്സുണ്ട്, ആലിം കോഴ്സുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുണ്ട് മതഭൗതിക സമന്വയം. അഥവാ ഒരു അംബ്രല്ലയുടെ കീഴിൽ നമ്മുടെ കുട്ടിക്ക് മതവും കിട്ടുന്നു, ഭൗതികവും കിട്ടുന്നു, എല്ലാ കാര്യവും കുട്ടിക്ക് പഠിക്കാൻ സാധ്യമാകുന്നു. എന്നിട്ട് 3ാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റു ഭൂരിപക്ഷ മുസ്ലിം വിദ്യാർത്ഥികളെയൊക്കെ ലക്ഷ്യം വെച്ചിട്ട് ഒരുപാട് മാനേജ്മെൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സ്. അതേതാണ്? മത സംവിധാനത്തിൽ അല്ലെങ്കിൽ മത അന്തരീക്ഷത്തിൽ പക്ക ഭൗതികം പഠിക്കാനുള്ള കോഴ്സാണ്. അപ്പോൾ കുട്ടി പഠിക്കുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഭൗതിക കോഴ്സാണ്. പക്ഷേ ആംബിയൻസ്, അതിനുള്ളൊരു അന്തരീക്ഷം, അത് മതത്തിൻ്റെ അന്തരീക്ഷമാണ്. ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ തന്നെ ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളിലേക്ക് പുറത്തുപോയി അവർ കൾച്ചറൽ ഡീവിയേഷൻ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാനടക്കമുള്ള പ്രവർത്തകന്മാർ ഞങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ഒരു 5 ഏക്കറിൽ വിശാല വിസ്തൃതമായ എസ്കോള ഇൻ്റർനാഷണൽ എന്ന് പറയുന്നൊരു സ്ഥാപനം 10-25ഓളം കുറച്ച് അള്ളാഹു സാമ്പത്തികമായിട്ടൊക്കെ ശേഷിയും ക്ഷേമുഷിയും കൊടുത്ത മുതലാളിമാരെ മുന്നിൽ വെച്ച് അവരുടെ മുമ്പിൽ ഒരു ആശയം കൊടുക്കുകയാണ്.
അതൊരു ഡിവിഡൻഡ് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥാപനമല്ല, അതൊരു ബിസിനസ് കൺസെപ്റ്റിൽ ഉയർത്തപ്പെട്ട ഒരു സ്ഥാപനമല്ല. അപ്പോൾ അതിലേക്ക് കടന്നു വരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗേൾസ് ഓൺലി ക്യാമ്പസ്, 8ാം ക്ലാസ് മുതൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നു. പക്ഷേ നല്ല ഫീസാണ്, കാരണം അതിന് പറ്റുന്ന ഫാക്കൽറ്റീസിനെയാണ് അവിടെ നമ്മൾ കൊണ്ടുപോയി നിയമിച്ചിരിക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലുള്ള, അതുപോലെ തന്നെ UP-യിലുള്ള, കശ്മീരിലുള്ള, അൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ള, അങ്ങനെ ഭാഷാന്തരങ്ങൾക്കപ്പുറത്ത് നിന്നുള്ള കുട്ടികൾ, ദേശാന്തരങ്ങൾക്കപ്പുറത്ത് നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുകയാണ്. ഒറ്റ കൺസെപ്റ്റാണ്, ഇസ്ലാമിക അന്തരീക്ഷത്തോടു കൂടെയുള്ള ഭൗതിക ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുന്ന ഒരു ക്യാമ്പസ് എന്നാണ് നമ്മളതിൽ സ്വപ്നം കാണുന്നത്. ഇതൊരു ഇംഗ്ലീഷ് ക്യാമ്പസാണ്. മാത്രമല്ല എയർ കണ്ടീഷൻ ഫെസിലിറ്റീസ് കൊടുത്ത് കുട്ടികൾക്ക് എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഒരു ഏകദേശം 1,70,000, 75,000, 80,000 ഒക്കെ ഒരു വർഷം ഒരു കുട്ടിക്ക് ഫീസ് ഇനത്തിൽ ട്യൂഷൻ, അതുപോലെ തന്നെ അക്കോമഡേഷൻ, ഫുഡ്, ഫീസ് എല്ലാം ഉൾപ്പെടെ ചിലവ് വരുന്ന ഒരു വലിയൊരു കോഴ്സാണ്. പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്താണ്? അത് കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ, നാളെ ഉദ്യോഗസ്ഥരാകേണ്ട കുട്ടികൾ മത അടിത്തറയിലും മത അന്തരീക്ഷത്തിലും വളരുക എന്നുള്ളതാണ്. ആഴത്തിലുള്ളൊരു മതപണ്ഡിതയെ അവിടെ നിന്ന് വാർത്തെടുക്കാൻ കഴിയില്ല. പക്ഷേ വ്യക്തി ജീവിതത്തിൽ മതചിഹ്നങ്ങൾ മാഞ്ഞു പോകരുത് എന്നാണ് അത്തരം സ്ഥാപനങ്ങളിലൂടെ നമ്മൾ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ സൈത്തൂൻ ക്യാമ്പസ്, ഷാസിയ, ഷീറാസ്, ഖാലിഫ് അക്കാഡമി, ഇങ്ങനെ ഒരുപാട് സമാന ക്യാമ്പസുകൾ ബോയ്സിനും ഗേൾസിനുമായിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല മെറിറ്റോറിയസ് ആയ കുട്ടികളാണെങ്കിൽ സ്കോളർഷിപ്പോട് കൂടെ അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇതിൽ പല സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ വേണം? കുട്ടി മെറിറ്റുള്ള കുട്ടിയാകണം, പഠിക്കാൻ പറ്റുന്ന കുട്ടിയാകണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ കുട്ടികളെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന ദൗത്യം, അതാ ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ കുട്ടിയുടെ ടേണിംഗ് പോയിൻറ്റിൻ്റെ വളരെ നിർണായകമായ ഒരു സമയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഇനി SLC കഴിഞ്ഞ കുട്ടികൾ ഹയർ സെക്കൻഡറി മേഖലയിലേക്ക് പ്രവേശിക്കാൻ, അവിടെ ഏത് ഹയർ സെക്കൻഡറിയാണ് എൻ്റെ കുട്ടി ഓപ്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ കുട്ടിക്ക് കിട്ടേണ്ടത്? ഇപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഉണ്ട്. തൃശ്ശൂരൊക്കെ കേന്ദ്രീകരിച്ച് ആർട്ടിന്, കുട്ടികളുടെ കലാപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കലാമണ്ഡലം ഹയർ സെക്കൻഡറി ഉണ്ട്. അപ്പോൾ 10 കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടി ഇനി പക്ക ഭൗതിക മേഖലയിൽ പ്രവേശിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടി ഓപ്റ്റ് ചെയ്യുന്ന, ചൂസ് ചെയ്യുന്ന ഹയർ സെക്കൻഡറി ഏതാകണമെന്ന് ഈ രക്ഷിതാവ് ഈ കുട്ടിയായിട്ടൊന്ന് കൂടിയാലോചിക്കുക. കുട്ടികളുടെ ഒരു IQ ടെസ്റ്റ്, അവരുടെ മെൻ്റൽ എബിലിറ്റിയുടെ ടെസ്റ്റ്, അഭിരുചി പരീക്ഷ ഈ കുട്ടിക്കൊന്ന് നടത്തുക. അതുപോലെ തന്നെ അക്കാഡമീഷ്യന്മാരായിരിക്കുന്ന, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളായിരിക്കുന്ന ആളുകളുമായിട്ട് ഈ കുട്ടിക്ക് ഒന്ന് സംവദിക്കുവാനും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നമ്മളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുക. കേരളത്തിൽ കരിയർ ഗൈഡ് ലൈൻ കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ സമീപിച്ച് അവരടുക്കൽ നമ്മുടെ മക്കളെ എത്തിച്ച് നിർണായകമായ നമ്മുടെ കുട്ടിയുടെ ഒരു ഭാവിക്ക്, നമ്മുടെ കുട്ടിയുടെ ഭാവി എന്ന് പറഞ്ഞാൽ അതൊരു ഉമ്മത്തിൻ്റെ ഭാവി കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ PSC UPSC പരീക്ഷകളുടെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നു. UPSC പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സിവിൽ സർവീസിലേക്കുള്ള പരീക്ഷ, ലോകം ഉറ്റുനോക്കുന്ന പരീക്ഷയാണ്. ലക്ഷോപലക്ഷം വിദ്യാർത്ഥിനികൾ എഴുതുന്ന പരീക്ഷയാണ്. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇന്ത്യ രാജ്യത്തെ 1ാം റാങ്കുകാരി UP-യിലെ പ്രയാഗ്രാജിലെ ശക്തി ദുബെ എന്ന് പറയുന്ന ഒരു യുവതിയാണ്. ആ യുവതി പറഞ്ഞു, എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് എനിക്ക് കിട്ടിയില്ല, 2ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയില്ല. ഞാൻ വാശിപ്പുറത്ത് വീണ്ടും പഠിക്കാൻ മാത്സര്യ ബുദ്ധിയോടുകൂടെ പഠന ഗോധയിലേക്ക് ഇറങ്ങി. എൻ്റെ പ്രചോദനം എന്തായിരുന്നു? പോലീസുകാരനായ എൻ്റെ അച്ഛനായിരുന്നു. കാക്കി വസ്ത്രം ധരിച്ചിട്ട് എൻ്റെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു വസ്ത്രം എൻ്റെ അച്ഛന് നൽകുന്നൊരു പ്രിവിലേജിനെ പറ്റി ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ സ്വപ്നം കണ്ടത്, അക്ഷരങ്ങളെ പെറുക്കി അടുക്കി വെച്ച് ഞാനതൊരു ഗൃഹപാഠം പോലെ വിജ്ഞാനങ്ങളെ ഹൃദ്യസ്ഥമാക്കാൻ തുടങ്ങിയാൽ എൻ്റെ വിവരം കൊണ്ട് എനിക്ക് ലോകത്തെ കീഴടക്കാനും കെട്ടിപ്പടുക്കാനും സാധിക്കുമല്ലോ. ആ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ അച്ഛൻ രാവിലെ യൂണിഫോം ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടൊരു ഡ്രീമാണ്, നോളജ് കൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയിൽ എത്തിപ്പെടണം. ആ കുട്ടി അങ്ങനെയാണ് പഠനം എന്ത് ചെയ്തത്? പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോയത്. വരുന്ന പത്രങ്ങളെല്ലാം അരിച്ചു പൊറുക്കും, പീരിയോഡിക്കൽസ്, മാസിക, വാരിക, പ്രസിദ്ധീകരണങ്ങൾ മുഴുവൻ വായിക്കും, എല്ലാ വിജ്ഞാനങ്ങളും ശേഖരിക്കാൻ ശ്രമിക്കും. ലക്ഷ്യം എന്തായിരുന്നു? ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എന്നുള്ള ലക്ഷ്യമാണ്. ഈ വർഷം
ഇന്ത്യ രാജ്യത്തെ ലക്ഷോപലക്ഷം കുട്ടികൾ എഴുതിയ ഉദ്യോഗാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ ശക്തി ദുബെ 1ാം റാങ്കുകാരിയാവാൻ. മലപ്പുറം ജില്ലയിലെ ഒരു നായർ, മാളവിക നായർ അല്ലേ, കാളമ്പാടിയിലെ ഒരു വാടക കെട്ടിടത്തിലാണ് ഭർത്താവിൻ്റെ കൂടെ അവൾ താമസിക്കുന്നത്. പ്രസവിച്ച് 17ാമത്തെ ദിവസമാണ് ഡൽഹിയിലെ തണുപ്പുള്ള ആ ഒരു പ്രദേശത്തേക്ക് ഫൈനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ മുന്നിലുള്ള ഫോക്കസിങ് ഏരിയ പഠനമായിരുന്നു. അവൾ മലയാളി റാങ്കുകാരിയാണ്, ഇന്ത്യയിലെ 45ാം റാങ്കുകാരിയുമാണ്. അങ്ങനെ ഏതൊരു ഉദ്യോഗത്തിൻ്റെ പിന്നിലും എഫേർട്ടുകൾ ഉണ്ടാകും. നമ്മളെ കുട്ടികൾക്ക് എഫേർട്ടിനെ പറ്റിയിട്ടുള്ള ബോധം നൽകണം. ഫോക്കസിങ് വേണ്ടേ? ഈ സ്ക്രീൻ ലൈഫ് മാത്രം ജീവിത നിഷ്ഠയാക്കിയ ഒരു തലമുറയോട് നമ്മൾ വിജ്ഞാനം മുന്നിൽ വെച്ചിട്ട് തന്നെ സംവദിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇപ്പം നീറ്റ് പരീക്ഷ ഈ 4ാം തീയതി കഴിഞ്ഞു. നീറ്റ് പരീക്ഷയിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് ആയിട്ടും ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തവരും ഫ്രഷേഴ്സായിട്ട് വന്നവരൊക്കെയുള്ള കുട്ടികൾ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെ നീറ്റിൽ ജോയിൻ ചെയ്ത നമ്മളെ കുട്ടികൾക്ക് ഒറ്റ കൺസേണേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇത് തരണം ചെയ്യണം അല്ലേ. കല്യാണം കളിയാട്ടും അവർക്കൊരു വാർത്തയല്ല. വീട്ടിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് നടന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു മാറ്ററല്ല. അവരാ ഭാഗം ആലോചിക്കുന്നില്ല. ഫോൺ ഓഫാണ്, ഫോണുമായി ബന്ധപ്പെട്ട ഒരു സമ്പർക്കമില്ല. എന്നാലേ റിസൾട്ട് ഉണ്ടാകുള്ളൂ എന്ന് അവർ തീർച്ചപ്പെടുത്താൻ റിപ്പീറ്റേഴ്സ് ബാച്ചുകാരോട് ചോദിക്കണം. കാരണം ഒരു വർഷം ഈ പരിപാടികളെല്ലാം മാറ്റിവെച്ച് പഠിച്ചിട്ടും നേടാൻ കഴിഞ്ഞില്ല, റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. അവരാണ് പിന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചായിട്ട് പോകുന്നത്. അവർ പിന്നെ കഴിഞ്ഞ വർഷത്തെ പാഠത്തിൽ നിന്നാണ് ഈ വർഷം പഠിക്കുന്നത്. അവരൊക്കെ പഠനം ഈ തെറിച്ച് നടക്കുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ഒന്നുമില്ലല്ലോ, വീട്ടിലൊരു പരിപാടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പരാതിയില്ല, പരിഭവമില്ല, അതിനെ പറ്റിയിട്ടുള്ള ചിന്തയില്ല. അവിടെ ഏത് ഫുഡാണ് നിങ്ങൾ കൊടുത്തത്, ഏത് മെനു ആണ്, എന്ത് ഡിഷാണ്, സ്റ്റാർട്ടർ എന്താണ്, മെയിൻ കോഴ്സ് എന്താണ്, ഒന്നും ഈ കുട്ടിയുടെ കൺസേൺ അല്ല. കഷ്ടപ്പെട്ട് പഠിക്കുക. രാത്രി 3:30 മണിക്ക് എൻ്റെ കൺപോള അടഞ്ഞു പോയാൽ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എനിക്ക് മിസ്സാവാന്ന് പേടിച്ചിട്ട് ബക്കറ്റിൽ പകുതി വെള്ളം നിറച്ചിട്ട് അതിൽ കാല് രണ്ടും ഇറക്കി വെച്ച് പഠിക്കാൻ. ഉമ്മ ഇതറിയണില്ല, ഉപ്പ ഇതറിയണില്ല. എന്താ അറിയോ? ആ കുട്ടിയുടെ ബ്രെയിനിലേക്ക് നാളെ ഞാൻ തോളിൽ സ്റ്റെതസ്കോപ്പ് ഏന്തിയ ഒരു ഡോക്ടറാണ് എന്ന സ്വപ്നം മാത്രമാണ് മുന്നിൽ കാണുന്നത്. ഫോക്കസിങ് ഏരിയകൾ നമ്മുടെ കുട്ടികൾക്ക് പ്രധാനമാണ്. അതാണ് അവരുടെ ദിശാബോധം. അതിനെന്ത് ചെയ്യണം? ഈ സ്ക്രീനായിട്ടുള്ള സമ്പർക്കം നമ്മളെ കുട്ടികളൊന്ന് കുറക്കണം. എവിടെ ഒന്ന് വായിച്ചു, അല്ല ആരോ പറഞ്ഞത് ഞാൻ ഓർത്തു പോവാൻ. ഇപ്പം അടുത്താണ് എലോൺ മസ്കിനെ ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തക അഭിമുഖം നടത്തുന്നത്. എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ടെസ്ലയുടെ മുതലാളിയാണ്, സ്പേസ് എക്സിൻ്റെ മുതലാളിയാണ്, ലോകത്തെ ശതകോടീശ്വരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തിട്ട് ആ സന്ധ്യാ നേരത്തെ നടക്കുന്ന അഭിമുഖത്തിൻ്റെ അവസാനം മാധ്യമ പ്രവർത്തക ആങ്കർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇന്നത്തെ സ്ക്രീൻ ടൈം എത്രയാണ്? അപ്പം അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ആങ്കറുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ്, നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന് പറയുന്നുണ്ട്. ആങ്കർ ഇന്നത്തെ ഒരാളുടെ ഫോണിൻ്റെ സ്ക്രീൻ ടൈം നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതെടുത്ത് നോക്കുമ്പോൾ 3-4 മിനിറ്റാണ്. അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങളിങ്ങനെ സമയം കൊല്ലുന്നൊന്നുമില്ലേ? അപ്പം അദ്ദേഹം പറയുകയാണത്രേ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എത്തിപ്പിടിച്ച ഈ ഒരു സ്ഥാനത്തേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഓരോ അച്ചീവ്മെൻറ്റിൻ്റെ പിറകിലും സാഹസങ്ങൾ ഉണ്ടാകുമെന്ന് നവവിദ്യാർത്ഥിത്വം തിരിച്ചറിയണം. ഏതൊരാൾ സമയം നമ്മളെ മുമ്പിൽ ഇങ്ങനെ പാഴായി പോവുകയാണ് എന്നുള്ളൊരു മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടൊരു ശപഥം ചെയ്യാൻ, ഇനി എൻ്റെ ജീവിതത്തിൽ ടൈം ഞാൻ വേസ്റ്റ് ആക്കൂല. അങ്ങനെ അയാൾ സമയത്തോടുള്ള ഉത്തരവാദിത്തം മൂത്തിട്ട് സമയം എത്ര ആയി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോണിൻ്റെ സ്ക്രീൻ ആദ്യം നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ആദ്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കലെന്താ? ടൈം, ഇപ്പം എത്ര ടൈം എന്നുള്ളതാണ്. അപ്പോൾ സമയം എത്ര ആയി എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണൊന്ന് ഓൺ ചെയ്തു, അതോടുകൂടെ എൻ്റെ സമയം മൊത്തം പോയി എന്നാണ് അയാൾ പിന്നെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ ടൈമിൽ നിന്ന്, സ്ക്രീൻ ലൈഫിൽ നിന്ന് അല്ലേ, നമ്മളെ കുട്ടികളുടെ ഫോക്കസ് ഏരിയ ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടെ കൂടെ കാണേണ്ടതാണ്. എന്താപ്പോൾ നമ്മളെ ഓരോ നാടുകളിൽ, അത് നഗരങ്ങളാകട്ടെ ഗ്രാമങ്ങളാകട്ടെ, നമ്മളൊക്കെ ഒന്ന് ഇശാമാരിപ്പിൻ്റെ ഇടയിൽ യാത്ര ചെയ്താൽ ഈ മൊബൈലും ഓൺ ചെയ്ത് അതിൻ്റെ സ്ക്രീനിക്കും നോക്കി തലയും താഴ്ത്തിയിരിക്കുന്ന വലിയൊരു തലമുറ. ചില നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ പ്രായത്തിൻ്റെ ഈ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർ ഇത്രയും എണ്ണം ഉണ്ടോ? ഒരു ഘോഷയാത്ര പോലെ നീണ്ട് നിവർന്ന് കിടക്കുക. ഇവരൊക്കെ എവിടെയായിരുന്നു? ഒരു പൊതുപ്രവർത്തനം, ഒരു പൊതുകാര്യം, ഒരു ചാരിറ്റി, ഒരു സോഷ്യൽ വർക്ക്, ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം,
അത് നമ്മളെ മക്കളെ കാണുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളെ മക്കളെ കാണുന്നില്ല. PSC UPSC റിസൾട്ട് വരുമ്പോൾ നമ്മളെ കുട്ടികളെ കാണുന്നില്ല. എവിടേക്കാണ് ഇവർ പോകുന്നത് അല്ലേ? അപ്പോഴാണ് ഇപ്പുറത്തിങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ, MDMA-യുടെ, ചരസിൻ്റെ, കറുപ്പിൻ്റെ, ഹാഷിഷിൻ്റെ മണമുള്ള വാർത്തകൾ കേൾക്കുന്നത്. നല്ലൊരു പങ്ക് ഏറിയ കൂറും നമ്മളെ കുട്ടികൾ ചിത്രസഹിതം പ്രത്യക്ഷപ്പെടല്ലേ പത്രദ്വാര. ആരോടെ സമാധാനം പറയാം? എന്തേ കൺസേൺ മാറിപ്പോയതാ? വിദ്യാഭ്യാസം ഒരു മുഖ്യ ലക്ഷ്യമാണെങ്കിൽ ഇതൊന്നും നമ്മളെ ഉമ്മത്തിൽ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2030 നമ്മുടെ ഓരോ മഹല്ലുകളുടെയും കുട്ടികൾ എവിടെ എത്തി എന്നതിൻ്റെ ഒരു നിജസ്ഥിതി ഓരോ വീട്ടുകാർക്കും പരിശോധിക്കാൻ കഴിയണം. അത് ട്രാൻസ്പാരൻ്റ് ആകണം. അതിലെ ട്രാൻസ്പാരൻസിയിൽ നമ്മളൊരു വെള്ളം ചേർക്കാൻ പാടില്ല. കാര്യങ്ങൾ സുതാര്യമാകണം. ഇന്ന കുട്ടികൾ ഇന്ന സ്ഥലത്ത്, ആ കുട്ടിയുടെ മതകീയ പശ്ചാത്തലം ഇങ്ങനെയാണ്, ആ കുട്ടിക്ക് ഇത്ര ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, അവൻ്റെ ഗ്രാഫ് ഈ ലെവലിലാണ്, നാളെ അവൻ്റെ CV, ബയോഡാറ്റ, കരിക്കുലം വിറ്റ റെസ്യൂം അവൻ തയ്യാറാക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഈ കുട്ടിക്ക് ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയണം. നമ്മളെ മക്കളെ പറ്റി ആ ഒരു ബോധത്തിലൂടെ പോകാൻ നമുക്ക് സാധ്യമാകണം എന്നർത്ഥം. അപ്പോൾ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ മെഡിസിന്, ഇപ്പോൾ MBBS അല്ലെങ്കിൽ പിന്നെ നമ്മൾ BDS, സിദ്ധ, യുനാനി, ആര്യവൈദ്യം, ഹോമിയോപ്പതി, ഇതൊക്കെ മെഡിക്കൽ മേഖലയിലുള്ള ഒരുപാട് പിന്നെ ബ്രാഞ്ചുകളാണ്. എന്നാൽ ഇത് മാത്രമല്ല, ഇപ്പുറത്ത് ഒരുപാട് മറ്റുള്ള ഒരുപാട് മേഖലയിൽ നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ഉണ്ട്, ബിസിനസ് ഉണ്ട്, ഡാറ്റാ സയൻസ് ഉണ്ട്, ക്രിമിനോളജി ഉണ്ട്, സംരംഭകത്വമുണ്ട്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പാരാമെഡിക്കൽ ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്. ഈ ഫുഡിൻ്റെ മാത്രം കേരളത്തിൽ 10-13ഓളം സ്ഥാപനങ്ങൾ വിശാല വിസ്തൃതമായിട്ട് കിടക്കുന്നുണ്ട്. എത്തിപ്പെടുന്നില്ല, നമ്മളെ കുട്ടികൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെറാപ്പിയുടെ മേഖല എടുക്കുകയാണെങ്കിൽ പിന്നെ ഒക്കുപ്പേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, ഒരുപാട് തെറാപ്പി മേഖലകളുണ്ട്. ഇപ്പോൾ ഒക്കുപ്പേഷൻ തെറാപ്പിയൊക്കെ ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ ലൈഫിലടക്കം ഉപകരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ വർക്ക്, BSc, MSc, MSW, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, സോഷ്യൽ വർക്കിൻ്റെ ഒരു ബിരുദാനന്തര ബിരുദം ആരാവട്ടെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവരെടുത്തു കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ പാകപ്പെടുകയാണ്. ഒരു കുടുംബത്തെ സമുദ്ധരിക്കാൻ പാകപ്പെടുകയാണ്, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പാകപ്പെടുകയാണ്. അങ്ങനെ ഒരു ഒട്ടുമിക്ക മണ്ഡലങ്ങളും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വിശാല വിസ്തൃതമായിട്ട് കിടക്കുകയാണ് എന്നർത്ഥം. മാസ് കമ്മ്യൂണിക്കേഷൻ, ഡൽഹി ആസ്ഥാനമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ജാമിയ മില്ലിയ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹിയിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് അവരുടെ അഭിരുചി, സാഹിത്യ അഭിരുചി ഉണ്ടാകും, എഴുത്തിൽ അഭിരുചി ഉണ്ടാകും, ആളുകളോട് സംസാരിക്കുന്നതിൽ അഭിരുചി ഉണ്ടാകും. പല കുട്ടികൾക്കും പല സ്കില്ലായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് തേപ്പിനും പടവിനും പോകുന്ന ചെറുപ്പക്കാർ വരെ അവരുടെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ട്, പരീക്ഷണം കൊണ്ട് അവർ ആ ജോലി ചെയ്യണം എന്നതിൽ നിർബന്ധിതരായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്ലോൻ്റെ പുറത്ത് അങ്ങനെ പോയി. പക്ഷെ അവരൊക്കെ അവരുടെ ചില ജീവിത അനുഭവങ്ങൾ പറയുമ്പോൾ, എഴുതുമ്പോൾ, അതൊരു കഥയാകട്ടെ കവിതയാകട്ടെ, അതിൽ അവരുടെ ഉള്ളിൽ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ തിയറി പഠിച്ച ഒരു കലാകാരൻ ഉയർത്തെഴുന്നേൽക്കുന്നത് അവരുടെ വരികൾക്കിടയിലൂടെ പലപ്പോഴും നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധ്യമാകാറുണ്ട്. എന്നിട്ട് ഒരു കുടുംബയോഗം ഉണ്ടാകുമ്പോൾ, ഒരു 10 ആൾ കൂടുമ്പോൾ, എടാ അയ്യൊന്നും ഈ മേഖല ചെയ്യേണ്ട ആളല്ല, എവിടെയോ എത്തിപ്പെടേണ്ട ആളാണ്. ഇത് 3-4 ആൾക്കാർ ഇവൻ്റെ അഭിരുചി കണ്ടിട്ട് ഇവനോട് അടക്കം പറയുമ്പോൾ നിരാശ വരികയാണ്. അന്ന് എനിക്ക് മാർഗദർശനം നടത്താനും വേണ്ട രീതിയിൽ എന്നെ വഴിതിരിച്ചു വിടാനും ഒരാൾ എൻ്റെ കുടുംബത്തിൽ ഇല്ലാതെ പോയല്ലോ എന്ന് ഇനി അവൻ്റെ വാക്ക് കേട്ടിട്ടെങ്കിലും ഉൾപാഠം പഠിച്ചിട്ട് നമ്മുടെ SLC പഠിച്ച ഫുൾ ബ്രൈറ്റായ നല്ല മെറിറ്റോറിയസ് ആയ കുട്ടികളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകരുത് എന്ന വിനീതമായൊരു അപേക്ഷ കൂടി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ, ബന്ധപ്പെട്ടവരുടെ, ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ഏവിയേഷൻ കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഏവിയേഷൻ കോഴ്സുകൾ നമ്മളെ കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ പൈലറ്റ് മുതൽ, ക്രൂ മെമ്പേഴ്സ് മുതൽ, എയർലൈനിൻ്റെ പിന്നെ ടെക്നീഷ്യൻ മുതൽ, അതിൻ്റെ എൻജിനീയറിംഗ് മെത്തേഡ്, അത് ഗ്രൗണ്ട് സ്റ്റാഫാകാം, അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫാകാം, ഒരുപാട് മണ്ഡലങ്ങൾ. ഇപ്പം ഇന്ന് ഒരു ഗ്ലോബലൈസേഷൻ്റെ കാലമാണല്ലോ, ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ആർക്കിടെക്ചർ മേഖലയിലേക്ക് നമ്മളെ കുട്ടികൾ കിടക്കുകയാണെങ്കിൽ എന്തൊക്കെ വൈഭവം നമ്മുടെ കുട്ടികൾക്കുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റി എത്രയാണ്, അപാരമാണല്ലോ. പഴയ കാലത്തെ പോലെയല്ല, ആ ക്രിയേറ്റിവിറ്റിക്കൊക്കെ അനുസരിച്ച് ആരോഗ്യകരമായ സ്കോപ്പുകളും
നമ്മളെ കുട്ടികളെ കാത്തിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാർഷിക മേഖല നോക്കുകയാണെങ്കിൽ BSc അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്, പാൽത്തു, നോർത്ത് ഇന്ത്യയിലൊക്കെ പാൽത്തു എന്ന് പറഞ്ഞാൽ തന്നെ പോറ്റി വളർത്തുന്ന നമ്മുടെ പെറ്റ്സ്, മൃഗങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ. കാർഷിക മേഖല ഒരു വിശാലമായ മേഖലയാണ് മാത്രമല്ല നമ്മുടെ മതം വലിയ പ്രമോഷൻ നൽകുന്നൊരു മേഖല കൂടിയാണ് കാർഷിക വൃത്തി. കാർഷിക മേഖല, അഗ്രികൾച്ചർ സയൻസ് ഇന്ന് കൾട്ടിവേറ്റ് ചെയ്യുക, പുതിയ കൃഷിരീതികൾ, മണ്ണുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക, ഒരു മണ്ണിൻ്റെ സ്വഭാവം പഠിക്കുക, എന്തൊക്കെ അഗ്രികൾച്ചർ പ്രോസസ്സാണ് ഒരു മണ്ണിൽ കൊണ്ടുവരാൻ കഴിയുക. ഒരാൾക്ക് 40 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ, 50 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ അയാളുടെ മേഖല തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടാത്തൊരു മേഖലയാണ്. പക്ഷേ അയാളുടെ കുട്ടി ബാച്ചിലർ ഓഫ് അഗ്രികൾച്ചർ സയൻസ് പഠിച്ച, അല്ലെങ്കിൽ മറ്റ് ഒരു ഹോർട്ടിക്കൾച്ചർ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ മണ്ണിനെ വെറുതെ ഇടാൻ ആ പേരക്കുട്ടി അനുവദിക്കൂല. അവിടെ എന്തെങ്കിലും ഒരു ഫാമിങ് അവൻ കൊണ്ടുവരാൻ, അത് ഓർഗാനിക് ഫ്രൂട്ട്സ് ആവാം, അല്ലെങ്കിൽ വലിയ വിപണന സാധ്യതയുള്ള മറ്റുള്ള ഫാമിംഗ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വിഷരഹിതമായ പച്ചക്കറിയും ഫ്രൂട്ട്സും കൊണ്ടുവരുന്നൊരു പ്രോസസ്സാകാം. ആരോഗ്യമുള്ളൊരു ജീവിതം മാത്രമല്ല, അതൊരു സംരംഭമാവാം, അതൊരു പുതിയ സ്റ്റാർട്ടപ്പായി മാറുക, അതിൽ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് സാധ്യതകളൊക്കെ വരിക. വലിയ വലിയ കാര്യമല്ലേ? അത് നീയത്ത് നന്നാക്കുകയാണെങ്കിൽ മനസ്സിന്, കുടുംബത്തിന് എല്ലാവർക്കും സമാധാനം, ആശ്വാസം, വിഷരഹിതമായൊരു ജീവിത രീതി നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഫൈബർ കൺസെപ്റ്റുള്ള ഒരു ജീവിതമാകുക, ഓർഗാനിക് ഫുഡ് സിസ്റ്റം നമ്മുടെ കുടുംബത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ അതിലൂടെ ഉണ്ട്. അങ്ങനെ എവിടെയും ഊർജ്ജസ്വലരായ, വെറും സ്ക്രീനിൽ തലയും താഴ്ത്തിയിരിക്കാത്ത, അല്ലെങ്കിൽ ലഹരി ഇഞ്ചക്ട് ചെയ്തിട്ട് ആരോടും സമ്പർക്കത്തിൽ ഏർപ്പെടാത്ത ഒരു തലമുറ നമ്മുടെ SSLC റിസൾട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു തലമുറയിൽ രൂപപ്പെടാൻ പാടില്ല. അവർക്ക് കൃത്യമായ ലക്ഷ്യം വേണം. ആ ലക്ഷ്യബോധത്തോടുകൂടെ അവരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇപ്പം കടലും കപ്പലും പല കുട്ടികളുടെയും ഫോക്കസ് ഏരിയ മറൈൻ എഞ്ചിനീയറിംഗ് ഇല്ലേ? എത്ര സ്ഥലങ്ങളിൽ അത് മാരിടൈം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. മറൈൻ എഞ്ചിനീയർ, ഷിപ്പിംഗ് കോഴ്സുകൾ പഠിപ്പിക്കാൻ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ മാരിടൈം കോഴ്സുകൾ വലിയ സാധ്യതയുള്ള കോഴ്സുകളായി മാറിക്കൊണ്ടിരിക്കാൻ. ഭാഷാ കോഴ്സുകൾ, സ്പാനിഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ലാംഗ്വേജ് ക്ലബ്ബുകൾ കേരളത്തിൽ രൂപപ്പെട്ടു, ലാംഗ്വേജ് വില്ലേജുകൾ രൂപപ്പെട്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു മലയാളിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന് ഇംഗ്ലീഷും അറബിയും ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ മാതൃരാജ്യം കേരളമാണ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മെഡിസിൻ വാങ്ങാൻ അത് നേരെ ഒരു ഡോക്ടർ എപ്പോഴും ആക്സസ് ആയിക്കൊള്ളുന്നില്ല. മുമ്പിൽ ഒരു മലയാളി വിദ്യാർത്ഥി അവൻ്റെ വിവരം വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഞാൻ വാങ്ങിയ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്, ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണ്, ഹൗ ടു യൂസ്, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇതെല്ലാം പഠിക്കല്ലേ അവർ. അത് സ്വതസിദ്ധമായി LTS ഒക്കെ പാസ്സായി അന്താരാഷ്ട്ര മേഖലയിലൊക്കെ പോയിട്ട് സജീവമായിട്ട് ഇടപെടാൻ കഴിയുന്നൊരു ഉദ്യോഗസ്ഥനായി നമ്മുടെ കുട്ടിക്ക് മാറണമെങ്കിൽ കോംപ്രമൈസ് ഇല്ലാതെ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. നമ്മളെ കുട്ടി അത് പഠിക്കേണ്ടി വരും. ഇഷ്ടം പോലെ സാധ്യതകളാണ്. സ്പാനിഷ് ഭാഷ പഠിച്ച മലയാളികൾക്ക് സ്പെയിനിൽ വലിയ സാധ്യത, ഇറ്റാലിയൻ, ഫ്രഞ്ച്, അതുപോലെ തന്നെ ജർമ്മൻ ഭാഷകൾ. പുതിയ മാർപ്പാപ്പ ലിയോ 14 ഇന്നലെ രാത്രിയോടുകൂടെ അവിടെ വത്തിക്കാനിൽ വെള്ളപ്പുക വന്നതോടുകൂടെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ 16 മാർപ്പാപ്പയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം അമേരിക്കക്കാരനാണ്, 2 രാജ്യങ്ങളുടെ പൗരത്വമുള്ള ആളാണ്. എന്നതിൻ്റെയൊക്കെ അപ്പുറം നേരത്തെ തന്നെ അദ്ദേഹം വായിക്കപ്പെടുന്നത് 6-7 ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടാണ്. 6 ഭാഷ എഴുതുക, സംസാരിക്കുക, പറയുക, വായിക്കുക, ഇതെല്ലാം ചെയ്യുന്ന. അതുകൊണ്ട് ഭാഷകളുടെ മാർപ്പാപ്പ എന്നാണ് ലോക അദ്ദേഹത്തെ വിളിക്കുന്നത്. ഭാഷകൾക്ക് വലിയ സ്വാധീനമുള്ളൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വേൾഡ് വൈഡ് ആയിരിക്കുന്ന ഭാഷകളെ നമ്മുടെ കുട്ടി ഹൃദ്യസ്ഥാക്കുക. ഇനി ഇതൊക്കെ ഒരു ജോലി സ്വപ്നം കണ്ട് മാത്രമല്ല, വിവരത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്ത് പഠിച്ചാലും വെറുതെ ആവില്ല, എവിടെ ഉപകരിക്കല്ലേ. മക്കളായിട്ട് വർത്തമാനം പറയുമ്പോൾ അപ്പോൾ ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ ഒരു സംതൃപ്തി ചിലപ്പോൾ നോളജായിരിക്കും. ഭാര്യയും ഭർത്താവും അത്യാവശ്യം നോളജിനെ പറ്റി ബോധമുള്ള ആൾക്കാരാണ്, വായനാ ബോധമുള്ള ആൾക്കാരാണ്. അവർ രണ്ടുപേരും അവരുടെ ഒരു ക്വാളിറ്റി ടൈമിൽ ഒരു 10 മിനിറ്റ് വർത്തമാനം പറയുമ്പോൾ എന്ത് രസം ഉണ്ടാകും ആ കുടുംബജീവിതത്തിന്. ആ ഭാര്യനെയും ഭർത്താവിനെയും കണ്ട് വളരുന്ന മക്കൾക്ക് എന്തൊരു കൺസെപ്റ്റ് ഉണ്ടാകും ലോകത്തെപ്പറ്റി, ജീവിതത്തെപ്പറ്റി, മറ്റുള്ളവരോട് സംവദിക്കുന്നതിനെ പറ്റി. അതുകൊണ്ട് വിജ്ഞാനം നമ്മൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയൊരു സമ്പത്താണ്. ലോകത്ത് പൈസ എറിഞ്ഞ് പൈസ ഉണ്ടാക്കുക ശരിയാണ്, പക്ഷേ ആ പൈസ ഒക്കെ ആരും കൊണ്ടുപോകാം, ആരും കട്ടെടുത്ത് കൊണ്ടുപോകാം.
അല്ലേ? നമ്മുടെ ഏത് സമ്പാദ്യ സേഫ് ആൻഡ് സെക്യൂർ നമുക്ക് പറയാൻ കഴിയുക? ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ട്, വലിയ മതിലുകളുണ്ട്, പാറാവുകാരെ സെക്യൂരിറ്റിക്കാരെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. എന്നിട്ടല്ലേ ഇപ്പോൾ മംഗലാപുരത്ത് ഉള്ളാളിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയ ഒരു വൻകിട ശ്രേണിയിൽപ്പെട്ട ഒരു ലീഡിങ് ബാങ്ക് കൊള്ളക്കാർ വന്നിട്ട് കൊള്ളയടിച്ച് കൊണ്ടുപോയത്? 4 ആളുകൾ, തോക്കുധാരികളായ ആളുകൾ പട്ടാപകൽ വരിക, അവരെ കയ്യിൽ ആകളുള്ളത് തോക്കാൻ. ഈ തോക്ക് ചൂണ്ടി ബാങ്ക് ജീവനക്കാരെ മുൾമുനയിൽ നിർത്തി നേരെ മസ്തകത്തിലേക്ക് നിറയൊഴിക്കും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാണ്? മാനേജറുടെ അടുക്കലേക്ക് ഒരുത്തൻ തോക്ക് ചൂണ്ടിപ്പോയി അയാളെ കഴുത്തിന് പിടിച്ചിട്ട് ചാവി എടുക്കണമെന്ന് പറയാൻ. നേരെ ചാവി എടുത്തു, ലോക്കർ തുറപ്പിക്കാൻ. ലോക്കർ കുത്തിപ്പൊളിക്കേണ്ട ആവശ്യം വന്നില്ല. 5-6 കോടി രൂപ അപഹരിക്കാൻ. അപ്പുറത്ത് 1.5 കിലോ സ്വർണം വെച്ച ലോക്കറിൻ്റെ ചാവി എടുത്ത് അത് തുറക്കാൻ പറഞ്ഞ് അതും അപഹരിക്കാൻ. അല്ലേ? പാട്ടും പാടി 6 കോടി 1.5 കിലോ സ്വർണ്ണം ഇട്ട് അവരെ ഇറങ്ങിപ്പോരാൻ. കട്ടെടുത്ത് കൊണ്ടുപോകാൻ എന്താ ഇന്നത്തെ കാലത്ത് കഴിയാത്തത്? എല്ലാം എടുക്കാൻ പറ്റുന്ന കാലത്ത് തസ്കര വീരന്മാർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഒരു മുതൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂൽ വരെ നമ്മളെ പഠിപ്പിച്ചത് അത് ഇൽമാണ്. അത് ഇൽമാൻ. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും, നന്മയേകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. അപ്പോൾ ഈ കരിയർ അല്ലെങ്കിൽ ഈ ഡാറ്റകൾ, ഈ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഇന്നൊരു ജോലി കിട്ടുക, നാളെ ഒരു ബ്ലൂ കോളർ ജോബ് അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് ഞാൻ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമല്ല, വ്യക്തിത്വം, അത് പ്രബുദ്ധമായ ഒരു വ്യക്തിത്വം ഉണ്ടാവുക. ഞാൻ ഒരു വിജ്ഞാനം കൊണ്ട് അലങ്കരിക്കപ്പെട്ടൊരു വ്യക്തിയായി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ സൊസൈറ്റിയിൽ മാറുക. കുട്ടികൾക്ക് ഈ ഒരു ലക്ഷ്യം അവരുടെ മെയിൻ ഏരിയ ആക്കിയിട്ട് കൊടുത്തു നോക്കൂ. അവർക്ക് മൊബൈലിൽ കളിക്കാൻ നേരം ഉണ്ടാവില്ല, അവർക്ക് ലഹരിയുടെ കോക്കസ് വലയങ്ങളിൽ പെട്ടുപോകാൻ കഴിയൂല. അങ്ങനെയുള്ള കുട്ടികൾ അതിൽ പെടൂല്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ വിവേകികളാകട്ടെ. വിവരമുള്ളതിൻ്റെ കൂടെ തന്നെ വിവേകികൾ കൂടിയായി നമ്മുടെ കുട്ടികൾ വളരട്ടെ. അതിനുള്ള നല്ല വളക്കൂറുള്ള മണ്ണായി നമ്മുടെ വീട് മാറട്ടെ, നമ്മുടെ പരിസരങ്ങൾ മാറട്ടെ, നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ മാറട്ടെ. അല്ലാത്ത കുമാർഗങ്ങളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ വലിച്ചു കൊണ്ടുപോകുന്നവരെ ടാർഗറ്റ് ചെയ്യാനും അവരെ നോട്ട് ചെയ്യാനും അവരെ വേണ്ട രീതിയിൽ ശാസിക്കാനും ഒരു തലമുറ ഇവിടെ രൂപപ്പെടണം. ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. ഇത് കാട്ടുതീ പോലെ പടർന്ന് നമ്മളെല്ലാ കുട്ടികളെയും എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. ആ ഒരു സർവ സംഹാരിയായ തിന്മകളെ നമ്മൾ മുളയിലേ നുള്ളിക്കളയുക. എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുക. നമ്മുടെ മക്കളാണ് ഇനി നാളെയുടെ രാജ്യത്തിൻ്റെ വരദാനങ്ങൾ, കുടുംബത്തിൻ്റെ വരദാനങ്ങൾ, നമ്മുടെ വരദാനങ്ങൾ. നമുക്ക് അവരെ കണ്ടിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ സുറുമയിട്ട പോലെ ഖുർറത്തു അഅ്യുൻ, അല്ലേ? കണ്ണിൻ്റെ കുളിർമകളാകണം. നല്ല ബോധം കൊടുത്താൽ ഒരളവോളം നമ്മളെ കുട്ടികളെയൊക്കെ ഈ ഒരു ചിട്ടയിലൂടെ കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവർക്കൊക്കെ നല്ലൊരു ഭാവി പ്രദാനം ചെയ്യട്ടെ. കുട്ടിക്ക് ആ അഭിരുചിയേ അല്ല, കുട്ടിയുടെ അഭിരുചി ആ ഫോക്കസ് ഏരിയയേ അല്ല. എന്നിട്ട് കുടുംബം ഇന്നതാകണം എന്ന് പറഞ്ഞാണ്ട് ഈ കുട്ടിയെ പുഷ് ചെയ്ത് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് അതൊരു വലിയ സാഹസമാണ്, ഒരു അപവാദമാണ്. നമ്മളത് ചെയ്തു പോകാൻ പാടില്ല. കാരണം ആ കുട്ടിയുടെ കരിയർ എവിടെ എത്തിയില്ല, വഴിയിൽ അത് ഫ്ലോപ്പായി, കുട്ടിക്ക് അത് പൂർത്തിയാക്കാൻ കഴിയാതെ വരും. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ കുട്ടികളുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും നാളെ നമ്മുടെ മണ്ഡലം MLA സ്റ്റെപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് SLC കഴിഞ്ഞ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായിട്ട് ഒരു കരിയർ ഗൈഡൻസ് രാവിലെ 9:30 മണി മുതൽ കോട്ടക്കൽ യൂണിവേഴ്സലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് കോട്ടക്കൽ യൂണിവേഴ്സലിൻ്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുക. ആരെങ്കിലുമൊക്കെ നമ്മളെ ബന്ധത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു അവയർനെസ് കൃത്യമായിട്ട് അവർക്ക് കിട്ടിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് അത് സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. ബന്ധപ്പെട്ടവരായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും, പ്രത്യേകിച്ച് ദീനി ഒരു ആലിം ഒരു കുടുംബത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാകണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.